റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ സന്ദേശം, അവിടുത്തെ സ്വഭാവം അത് ഖുർആനായിരുന്നു. ഒരു വിശ്വാസി നബി തങ്ങളെ അംഗീകരിച്ച് നബി തങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഒരു മുഅ്മിൻ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാവ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസംഗിക്കുക മാത്രമല്ല, പ്രവർത്തനത്തിലൂടെ ജീവിതത്തിലൂടെ നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞ സന്ദേശം, അവിടുന്ന് അല്ലാഹു നിയോഗിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറഞ്ഞത് മക്കാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവം, നല്ല സംസ്കാര സമ്പന്നരായ, നല്ല ചിന്തയുള്ള, നല്ല സ്വഭാവമുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്, നബി തങ്ങളെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുന്ന നാം ആ നബി തങ്ങൾ പഠിപ്പിച്ച സ്വഭാവവും സംസ്കാരവും എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ഇത്തരം സന്ദർഭങ്ങളിലും സദസ്സുകളിലും വെച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ഒരുപക്ഷെ തഹജ്ജുദ് അടക്കം നിസ്കരിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകളും. ഒരുപാട് ദിക്റിന്റെയും സലാത്തിന്റെയും മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ ഞാൻ സുന്നിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ഒരു സുന്നി എന്ന് പറഞ്ഞാൽ, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അവിടുത്തെ അനുവാദങ്ങളും ജീവിതത്തിൽ പകർത്തവർ, അവർക്കാണ് സുന്നി എന്ന് പറയാം. ഏറ്റവും വലിയ മുത്തഖിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏറ്റവും വലിയ തഖ്വയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ നിസ്കരിക്കുന്ന ആള് എന്നല്ല അതിനർത്ഥം. കൂടുതൽ ദിക്റുകളും സലാത്തുകളും ചൊല്ലുന്ന ആള് എന്നല്ല മുത്തഖി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സദ്ദഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, ഒരാൾ മുത്തഖിയാവണമെങ്കിൽ തഖ്വയുള്ളവനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അയാൾക്ക് തന്നെ കഴിയുന്നു. ഞാൻ മുത്തഖിയാണ് എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെടും. തലപ്പാവ് ധരിച്ചതുകൊണ്ടോ, വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ, വഅല് പറഞ്ഞതുകൊണ്ടോ, മദ്ഹ് പാടിയതുകൊണ്ടോ, ദിക്റും സലാത്തും ചൊല്ലിയതുകൊണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ടോ ഒരാൾ മുത്തഖിയാവുന്നില്ല. യഥാർത്ഥമായ മുത്തഖി എന്ന് പറഞ്ഞാൽ ലാ യകൂനു ഫീ ഖൽബിഹി ഖുബ്സുൻ ലിശദീഖിൻ വലാ ലിഅദു, മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാവില്ല. മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാം മനസ്സിലാക്കണം, ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മഹ്മൂദ് ഉസ്താദ് എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് എന്നെ കുറിച്ച് വലിയ പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ എനിക്ക് വല്ല വെറുപ്പുണ്ടാവോ? നിങ്ങളെ കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ, പരിഹസിച്ചാൽ നിങ്ങൾക്ക് വെറുപ്പുണ്ടാവില്ലേ? ഉണ്ടാവില്ല. നിങ്ങളെന്താരും മിണ്ടാത്തത്? ആ നിസാമി ആള് ശരിയല്ല, അയാൾ കള്ളനാണ്, കള്ള മൊയ്ലിയരാണ് എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അയാളുടെ സ്നേഹം ഉണ്ടാവുക, വെറുപ്പുണ്ടാവുക. എന്നാൽ അഹ്മദ് അൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സദ്ദഹുൽ അസീസ് ഇവിടെ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീഹി ദിൽ ഉലാ. പുകഴ്ത്തി പറയുമ്പോൾ പ്രത്യേകമായൊരു സുഖം നമുക്കുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത് സുഖല്ല, അത് അസുഖാണ്. നമ്മളെ കുറിച്ച് ഒരാൾ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് വല്ല സുഖം തോന്നുന്നുവെങ്കിൽ അത് സുഖല്ല, പിന്നെന്താണ്? അസുഖാണ്. വേഗം പോയി ഡോക്ടറെ കാണിക്കണം, ഹോസ്പിറ്റലിൽ പോയിട്ട് അത്യാഹിത വിഭാഗത്തിൽ പോയി കാണണം. പെട്ടെന്ന് എടുത്തു വെക്കേണ്ടതല്ല, കാഷ്വാലിറ്റി പോയി കാണണം, OP പോയി കണ്ടാ പോരാ.
അത്രമാത്രം ഗൗരവമുള്ള വിഷയം. എന്നെ പോലെ തന്നെ ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പോൾ അവരോട് നമുക്ക് വെറുപ്പ് തോന്നുന്നുവെങ്കിൽ മനസ്സിലാക്കണം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ എത്രയാണ് കഷ്ടപ്പെടുത്തിയത്, പരിഹസിച്ചത്, വേദനിപ്പിച്ചത്. റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചതുപോലെ, പ്രയാസപ്പെടുത്തിയതുപോലെ നമ്മൾ ആരെങ്കിലും നമ്മെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും അവനോട് മിണ്ടാൻ പാടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ മിണ്ടാനും പോലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥ. അവസാനം ഗത്യന്തരമില്ലാതെ തായിഫിന്റെ മലയിടുക്കിലേക്ക് പ്രതീക്ഷയോടെ കയറിപ്പോയ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോഴും കല്ലേറാണ്, അവിടെ എത്തിയപ്പോഴും പരിഹാസങ്ങളാണ്, അവിടെ എത്തിയപ്പോഴും കഷ്ടപ്പാടാണ്, വിഷമാണ്. ആ സമയത്താണ് മലക്കുൽ ജിബാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറയും, നബിയേ, ഈ കാണുന്ന രണ്ട് മലകൾ പരിശുദ്ധമായ മക്കയിൽ ഉയർന്നു നിൽക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള രണ്ട് മലയാണ് ജബൽ അബി ഖുബൈസ്, ജബൽ ഖുഐഖിആൻ അല്ലെങ്കിൽ ഖുഐഖിആൻ എന്ന് പറയുന്ന രണ്ട് മല. ഈ രണ്ട് മലകളെ ചൂണ്ടിയിട്ടാണ് നബി തങ്ങളോട് ചോദിച്ചത്, നബിയേ, അങ്ങ് സമ്മതം തന്നാൽ ഈ മലകൾക്കിടയിൽ വെച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയാ നബിയേ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, അവര് വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, അതുകൊണ്ട് ഞാൻ അവർക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇവരല്ലെങ്കിൽ ഇവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹിദായത്തിലേക്ക് കടന്നു വന്നാലോ, അതുകൊണ്ട് ഒരാളെയും ഉപദ്രവിക്കണ്ട, ഒരാൾക്കും ഒരു അക്രമം ഉണ്ടാവണ്ട. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, മഹല്ല് കമ്മിറ്റിയിൽ ജനറൽ ബോഡി കൂടുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു നിസാമി പ്രസിഡന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അയാളാക്കണ്ട എന്ന് വേറൊരാള് നമ്മെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ അയാളെ കണ്ടാൽ എങ്ങനെ നിങ്ങൾ സമീപനം ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഒരാൾ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ അവർക്കില്ലാത്ത കുറ്റങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല കേട്ടോ, പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട്, ആ നബി തങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ നബിയാണ്, റസൂലാണെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, ആ മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്, പരസ്പരം ഇഖ്വാനുകളാണ്, സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. സാധാരണ ഇഖ്വാനുകളല്ല ഇത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന മറവ് ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ നിർവഹിച്ച് സലാം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബികളെ, എന്റെ കൂട്ടുകാരെ കാണാൻ എനിക്ക് പൂതിയാകുന്നു, കൊതിയാകുന്നു. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അലസ്നാ ബി ഇഖ്വാനിക യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങളല്ലേ അങ്ങയുടെ കൂട്ടുകാര്, ഞങ്ങളല്ലാത്ത, ഞങ്ങളറിയാത്ത, ഞങ്ങള് കാണാത്ത വേറെ കൂട്ടുകാർ അങ്ങേക്കുണ്ടോ നബിയേ? നഅം, ഉണ്ട്. അൻതും സ്വഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. സ്വഹാബികൾ എന്ന് പറയുമ്പോ ഇഖ്വാനുകളെക്കാൾ മുന്തിയവരാണ്. من صحب النبي صلى الله عليه وسلم ولو لحظة مؤمنا ولو لحظة ومات على الإيمان, അവർക്കാണ് സ്വഹാബി എന്ന് പറയാ. ഒരു സെക്കൻഡ് എങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്കാണ്, ഈമാനോടുകൂടെ കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്കാണ് സ്വഹാബി എന്ന് പറയാ. എന്നാ നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, ആ വലിയ പദവി ലഭിച്ചവരാണ് നിങ്ങൾ. ഇഖ്വാനി, എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ?
അല്ലദീന ആമനൂ ബി വലം യറൗനി, ഇന്നേ വരെ അവരെന്നെ കണ്ടിട്ടില്ല, ഇന്നേ വരെ ഒരു നോക്കവരെന്നെ കണ്ടിട്ടില്ല. പക്ഷെ എന്നെ കണ്ടിട്ടില്ല എങ്കിലും അവരെന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന എന്റെ ഉമ്മത്താണ് എന്റെ ഇഖ്വാനുകൾ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. അവരാരും എന്നെ കണ്ടിട്ടില്ല. അല്ലാഹു കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റും, ഉറക്കത്തിലും ഉണർവിലും കാണാൻ പറ്റും. ആരെങ്കിലും എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഹാദാ റസൂലുള്ളാഹ്. ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാ ഇരിക്കുന്ന ആള് നബിയാണ്, റസൂലാണെന്ന് പറഞ്ഞാൽ സംശയിക്കണ്ട, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലെങ്കിൽ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഇബിലീസാവേരെ ചാതിപ്പാനായി ചെന്നാരെ, ഇബിലീസെ ചാച്ചി കീടത്തി അയച്ചോവർ. ഇബിലീസ് പല കോലത്തിലും വരും. സാക്ഷാൽ അള്ളാഹുവിന്റെ രൂപത്തിൽ ഇബിലീസ് വരും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടില്ലേ നമ്മള്? കാട്ടിൽ ജനങ്ങളുമായിട്ടുള്ള എല്ലാ സഹവാസവും ഒഴിവാക്കി സുഹൃദിലായിട്ട് ഇബാദത്തിലായി കൂടുകയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് സുജൂദിലായി കടന്ന് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആകാശത്തിൽ ഒരു പ്രകാശം ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മുഹീദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ നിന്നു. ഈ സമയത്ത് പറഞ്ഞു, അന റബ്ബുക്, ഞാൻ പടച്ചവനാണ്. കുറെ കാലായില്ലേ നിസ്കാരം നോമ്പൊക്കെ തുടങ്ങിയിട്ട്, ദിക്റും സലാത്തും തഹജ്ജുദായിട്ട് ഇങ്ങനെ കൂടല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്ക്. ഇനി നിസ്കാരമൊന്നും വേണ്ട, ഇനി നോമ്പ് വേണ്ട, ഇനി ദിക്റ് വേണ്ട, സലാത്ത് വേണ്ട, നീ വലിയ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തന്നല്ല, ഇനി നിന്റെ മുന്നിൽ ഹറാമൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാം, പോടാ ഹംകേന്ന് പോടാ അവിടുന്ന്. ഈ സമയത്ത് ഈ സംഭവം ശിഷ്യന്മാരോട് പറയുമ്പോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരെ ചോദിച്ചു, അല്ല ഉസ്താദേ, ഇത്ര ധൈര്യത്തിൽ നിങ്ങള് പടച്ചോനാന്ന് പറഞ്ഞു വന്നാലോട് പോടാന്ന് പറയുമ്പോ നിങ്ങൾക്ക് കുറച്ച് ധൈര്യം വേണല്ലോ എന്ന് പറഞ്ഞു. എടാ, എന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്, ആ നബി തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ആ നബി തങ്ങളെക്കാൾ സ്ഥാനമുള്ള, ബഹുമാനമുള്ള, മഹത്വമുള്ള മറ്റൊരു സൃഷ്ടി ലോകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടില്ല, പടച്ചിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയിൽ അവസാന നിമിഷത്തിൽ പോലും അവിടെന്ന് പറഞ്ഞത്, ഉമ്മത്തി ഉമ്മത്തി അസ്സലാ അസ്സലാ. ഒരു വഖത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ നിസ്കാരം ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു അനുമതി കൊടുക്കുമായിരുന്നുവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത്. ആ നബി തങ്ങൾക്ക് പോലും അല്ലാഹു നൽകാത്ത സ്ഥാനം എനിക്ക് തരുമെന്ന്. സഹോദരന്മാരെ, ഇന്ന് കുറെ ആളുകൾ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്, അതെന്നെ മനസ്സിലാക്കാം. അയാൾ ചെന്ന് പോയി പെട്ട സംഗതി ശൈത്വാനിയത്താണെന്ന് മനസ്സിലാക്കാം. ഒറ്റ പ്രയോഗം മതി. വലിയൊരു പ്രഭാഷക അടുത്ത് പറയാണ്, ഇപ്പോഴൊക്കെ യഖീനും നൂറൊക്കെ കിട്ടിയത് പണ്ട് ഞാൻ സംഘടനയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നില്ല, ഇപ്പോഴെല്ലാം കിട്ടിയത്. അപ്പൊ തന്നെ മനസ്സിലാക്കുക അതൊരു കിബറിന്റെ വർത്താന കിട്ടി എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലേ?
കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ഹിദായത്തിന്റെ വെളിച്ചപ്പം കിട്ടിയെന്ന്. പക്ഷെ അല്ലാഹ് എന്താ പറഞ്ഞത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ ഹിദായത്തിലേക്ക് ഇങ്ങനെ എന്നെ അടുപ്പിച്ച് മരിക്കുന്നത് വരെ എന്നെ അതിൽ നിർത്തി. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഹിദായത്തിന് കുറെ തഫ്സീർ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ തഫ്സീർ ഈമാനോടുകൂടെ മരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ദയനീയമായ അപേക്ഷയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുഅ്മിനീങ്ങൾക്കൊക്കെ വലിയ ബേജാറാണ്, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഈ ദുആ നിർവഹിച്ചത്. കൽബുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകൾക്ക് ഈമാൻ തട്ടിപ്പോകുന്ന, തെറിച്ചു പോകുന്ന ഒരു കുലുക്കമുണ്ടാകാൻ പാടില്ല. ഈമാനോടുകൂടെ മരിച്ചു കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. സദസ്സിലിരിക്കുന്ന സ്വഹാബികൾ മുഴുവനും കരഞ്ഞു, യാ റസൂലല്ലാഹ് അതഖാഫു അലൈനൽ ഈമാന യാ ഹബീബല്ലാഹ്. ഓ നബിയെ, ഈ ദുആ അങ്ങയെ കുറിച്ചല്ലാതെ ഞങ്ങൾക്കറിയാം. കാരണം അങ്ങയുടെ ഹിദായത്തിൽ പിഴച്ചു പോകില്ല. അങ്ങ് ഒരിക്കലും അങ്ങയുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകില്ല. അങ്ങ് ഹിദായത്ത് വിതരണം ചെയ്യാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച ഹാദിയാണ്. ഒരിക്കലും അങ്ങയുടെ ഈമാൻ തെറ്റിപ്പോകില്ല എന്നറിയാം. നബിയേ, ഈ ദുആ ഞങ്ങളെ അപേക്ഷിച്ചാണോ നബിയേ? ഞങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകുമെന്ന് അങ്ങയോടൊപ്പം ഖുർആൻ പഠിച്ച് അങ്ങയുടെ പിന്നിൽ 5 വക്ത് നിസ്കാരവും നിർവഹിച്ച് ജഴല് പോലെ അങ്ങയോടുകൂടെ സഞ്ചരിച്ച ഞങ്ങളുടെ ഈമാൻ ഹിദായത്ത് പിഴച്ചു പോകുമെന്ന് അങ്ങേക്ക് ഭയമുണ്ടോ നബിയേ? ഫഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഅം. എനിക്ക് പേടിയുണ്ട് നബിയുനാ റസൂലുള്ളാഹി. ഒരു കൂട്ടക്കരച്ചിലായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്, ആ സദസ്സിലുണ്ടായിരുന്നു. അപ്പൊ സഹാബികൾക്ക് പേടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ദുആരക്കാണ്. ഖുർആൻ ദുആ ചെയ്യാൻ വേണ്ടി പറയാണ്, ഹിദായത്ത് കിട്ടാനും ഹിദായത്ത് ഉറച്ചു നിൽക്കാനും. ഇവർക്ക് ഒരു പേടിയില്ല. കള്ളത്തരീക്കത്താണ് എന്നുള്ളതിന് വേറൊരു തെളിവും വേണ്ട. ഇപ്പോഴാ കിട്ടിയത്. ചില ആൾക്കാർക്ക് അജ്മീർ പോയാൽ കിട്ടും, ചില ആൾക്കാർക്ക് ഏറുവാടി പോയാൽ കിട്ടും. എന്നിട്ട് വലിയ നാടകങ്ങൾ. ഇവിടുത്തെ മഹാന്മാർക്ക് പവറില്ല എന്നുള്ളതല്ല, ചൂഷണങ്ങളും ആത്മീയമായ ചൂഷണങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഇഖ്വാനുകൾ ആരാണെന്നറിയോ? എന്നെ കാണാതെ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്റെ ഉമ്മത്താണ് എന്റെ ഇഖ്വാനുകൾ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ അനുയായികളും നിറഞ്ഞു നിൽക്കുന്ന മഹ്ശറ, ആ മഹ്ശറയിലല്ലേ അവരെ കാണാൻ പറ്റൂ? യാ റസൂലല്ലാഹ്, ആ മഹ്ശറിൽ വെച്ചുകൊണ്ട് അങ്ങയുടെ ഉമ്മത്തിനെ കണ്ടാൽ അങ്ങേക്ക് തിരിച്ചറിയാമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറിയാം, എനിക്ക് തിരിച്ചറിയാം. എങ്ങനെയാണ് തിരിച്ചറിയാന്നറിയോ? അവരുടെ മുഖങ്ങൾക്ക് പ്രത്യേകമായ പ്രകാശമുണ്ടാകും, അവരുടെ കൈകാലുകൾക്ക് പ്രത്യേകമായ തിളക്കമുണ്ടാകും. ആ പ്രകാശം കൊണ്ട്, തെളിച്ചം കൊണ്ട് ഞാൻ അവരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. മിന്നാസാരിൽ വുളൂ, മിന്നാസാരിൽ വുളൂ, വുളൂഇന്റെ പ്രകാശം അവരുടെ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വുളൂ നമ്മൾ ദായിമാക്കണം. എല്ലാ സമയത്തും വുളൂഓടുകൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത്. ലാ തജ്ലിബന്നഹുമ വലാ തകുനായിമാ ഇല്ലാ അലാ ദിക്രി വതുഹരിൻ കാമിലാ.
ഹബീബിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, മുത്തുനബി നമ്മളെ തിരിച്ചറിയാൻ, ഹബീബ് നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ ഐഡന്റിറ്റി നമ്മുടെ വുളു ആണ്. നല്ല സൂക്ഷ്മതയോടുകൂടെ വുളു ഉണ്ടാക്കണം. അശ്റൽ ബശരി റഹ്മത്തുള്ളാഹി അലൈഹി, അശ്റൽ ബശരി റഹ്മത്തുള്ളാഹി അലൈഹി വുളു ചെയ്യാൻ വേണ്ടി നിന്നാൽ പ്രത്യേകമായ ഒരു പരിഭ്രമമാണ്, ബേജാറാണ്, പേടിയാണ്. ശിഷ്യന്മാര് ചോദിക്കല്ലോ, ഉസ്താദേ നിങ്ങൾ എന്താ വുളു ഉണ്ടാക്കാൻ നിന്നാൽ ഇത്രയൊരു പേടിയും? നമുക്കങ്ങനെ ഒരു പേടിയുണ്ടാ? നമ്മൾ ഒതുണ്ടാക്കുമ്പോഴല്ല വർത്താനം പറയുന്നത്. കച്ചവടമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പുറത്തെ ടേപ്പ് ഒതുണ്ടാക്കുമ്പോൾ നമ്മൾ വിടുന്നു. ഇന്നലെ കണ്ടില്ലല്ലോ, അതൊന്നും പറയണ്ട. ഇന്നലെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു. വർത്താനം ഇങ്ങനെ നടക്കും, കയ്യും കാലങ്ങനെ കഴുകുന്നുണ്ടാവും. എല്ലാവരും അങ്ങനെയെന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അവസ്ഥ നല്ല തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ബേജാറോടുകൂടെ തന്നെ നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ്, ശുദ്ധീകരണമാണ്, ത്വഹാറത്താണ് വുളു. ഹസൻ ബസ്രി തങ്ങൾ ഒന്നുണ്ടാക്കാതെന്നാൽ ബേജാറാണ്, പേടിയാണ്. അവിടെന്ന് പറയും, ഇത് അല്ലാഹുമായുള്ള മുനാജാത്തിന്റെ തുടക്കമാണ്, കവാടമാണ് വുളു. ഈ വുളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയല്ലല്ലോ. അല്ലാഹുവോട് വർത്താനം പറയാൻ പോവല്ലേ, നിസ്കരിക്കാൻ പോകുമ്പോ അല്ലാഹുവോട് വർത്താനം പറയാൻ പോവാ, അതിന്റെ പ്രഥമ ഘട്ടമാണ് വുളു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വുളു നിർവഹിക്കുമ്പോൾ നല്ല സൂക്ഷ്മതയുണ്ടാവണം. വുളു നിർവഹിക്കുമ്പോൾ ആദാബുകൾ പാലിക്കണം. വുളു നിർവഹിക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലണം. ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ സുന്നികളാന്ന് വല്ലാതെ അങ്ങനെ പറയും. സുന്നത്ത് നിർവഹിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ മടിയും കാണിക്കും. മിക്ക ആളുകളെ ഞാൻ ഇപ്പൊ ചെറിയ പരിശോധന നടത്തിയ സമയത്ത് തല തടവുന്ന സമയത്ത് ഒറ്റ തട്ടലാണ്, തലമ കൊണ്ട ഭാഗ്യം അല്ലേ? ചില ആളുകൾ മനസ്സിലാക്കിയത് ഒതുണ്ടാക്കുമ്പോ തല തടവണ സമയത്ത് ഒരേ തട്ടൽ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. ശാഫിഈ മദ്ഹബ് അനുസരിച്ചിട്ട് വുളൂന്റെ ഫർള് വീടാൻ തലേന്ന് അല്പം തടവിയ മതി. ആൾക്കാരെ കൈ ഉള്ളിനുണ്ട്, അല്ലാഹു അഅലം, ഒറ്റ തട്ടലാണ്. എന്നാൽ സുന്നത്തായ രീതി എങ്ങനെയാണ്? തല മുഴുവനും തടവലാണ്. അല്ലാഹു അത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല സ്ട്രോങ്ങിൽ ആമീൻ വേണം. മാഷാ അല്ലാഹ്, അതൊക്കെ വരി നല്ല സ്ട്രോങ്ങിൽ ആമീൻ പറയണം. അവിടെ ചെറിയ ആമീൻ പോരാ കേട്ടാ. അപ്പൊ തല തടവുന്ന സമയത്ത് നല്ല ഇഖ്ലാസോടുകൂടെ തന്നെ ഇത് സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് തല മുഴുവൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ? മാഷാ അല്ലാഹ്, ശ്രദ്ധിക്കുന്നുണ്ടാ? നിങ്ങളിവിടെ ഉണ്ടാ? വുളൂഇന് ശേഷമുള്ള ഒരു ദുആ എല്ലാ പള്ളിയിലും എഴുതിച്ചിട്ടുണ്ട്. എല്ലാ പള്ളിയിലും ഉണ്ട്. വുളൂഇന് ശേഷമുള്ള ദുആ നിർവഹിക്കുന്നവർ കൈപൊക്കണം എന്ന് പറഞ്ഞാൽ വുളൂഇന് ശേഷമുള്ള ദുആ നിർവഹിക്കുന്നവര് സദസ്സിലുള്ള ആളുകളൊന്ന് കൈപൊക്കണം. ഞാൻ കൈപൊക്കുന്നു വേണ്ടട്ടാ. എത്ര ആൾക്കാർ കൈപൊക്കുണ്ടാവും? നമ്മൾ വലിയ സുന്നികളാണ് അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, എല്ലാ ഹൗദിന്റെ കവാടത്തിൽ എഴുതി വെച്ചു, ഈ ദുആ പതിവാക്കിയാൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ മുന്നിൽ തുറക്കപ്പെടും. നബിയുനാ റസൂലുള്ളാഹ്. ആ ബോർഡ് എല്ലാ ദിവസവും കാണുന്നുണ്ട്, അതിങ്ങനെ വായിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വർഗ്ഗക്ക് വേണ്ടെന്നാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. പരിശുദ്ധമായ മദീനയിൽ മസ്ജിദ് ഖുബയുടെ സമീപത്ത് ചെന്നാൽ ഇന്നും ആ ഖുബയുടെ മുറ്റത്ത് ഒരു അടയാളം കാണാം. ഒരു കിണറിന്റെ ബിഇറു അരീസ് എന്നാണ് ആ കിണറിന്റെ പേര്. ബിഇറു ഖാത്തം എന്നും ആ കിണറിന്റെ പേരുണ്ട്. അല്ലാഹു പോയി കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ മദീനയിൽ, മുക്കത്തും മദീനത്തൊക്കെ പഴയകാല ചരിത്രങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി ബോർഡ് വെച്ച് സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പഴയ കാലങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെന്നുള്ളൂ. ഇപ്പൊ കുറെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കിണറാണ് ഇന്ന് വലിയ ബോർഡ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് കടന്നു വന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ ബിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരുടെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അൻത ഫിൽ ജന്നാ ഫബശ്ശിർഹു ബിൽ ജന്നാ. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സിദ്ദീഖ് സ്വർഗ്ഗത്തിലാണെന്ന് പറയൂ ജാബിറേ.
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന കാര്യം ഉറപ്പാണ്. സ്വഹാബികൾ അശ്റത്തുൽ മുബശ്ശിരീൻ നമ്മൾ ബുർദയുടെ സമാപനത്തിൽ 10 പേരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വലാത്ത് ദുആ ചെയ്ത് പിരിയാറുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ സ്വർഗ്ഗത്തിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ അല്ലാഹു ആർക്കെങ്കിലും അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സിദ്ദീഖിന് മാത്രമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സിദ്ദീഖിന് മാത്രമുള്ള ഒരു മഹാപദവിയാണ്. സ്വർഗ്ഗത്തിൽ ഏത് കവാടത്തിലൂടെയും കടക്കാൻ പറ്റും. എന്നാൽ സിദ്ദീഖ് തങ്ങൾക്ക് കൊടുക്കപ്പെട്ട വലിയ സ്ഥാനം, ആ സ്ഥാനം ലഭിക്കാൻ ചെറിയൊരു കാര്യം നമ്മളോട് റസൂൽ നിർദ്ദേശിച്ചിട്ടുള്ളൂ. വുളൂവിന് ശേഷമുള്ള ദുആ, ആ ദുആ നിർവഹിച്ചാൽ നിങ്ങൾക്കും സ്വർഗ്ഗത്തിലെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ സാധിക്കും നബിയുനാ റസൂലുള്ളാഹി. ചെല്ലുന്നവരൊക്കെ കൂട്ടത്തിലുണ്ട് കേട്ടാ. എന്നെ പോലത്തെ വല്ല മടിയന്മാരുണ്ടെങ്കിൽ അവരൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഈ ദുആ നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അങ്ങോട്ട് പോരാട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഴയ കാലത്ത് കുറച്ച് പ്രായമുള്ള ആളുകൾ മാത്രം നിർവഹിച്ചിരുന്നത് കണ്ടിരുന്നു. ഇപ്പൊ അതും കാണാനില്ല. പള്ളിയിൽ എവിടെയും കാണുന്നില്ല. രഹസ്യമായിട്ട് ആരും കാണാതെ ചെയ്യുന്ന അല്ലാഹു അഅലം. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സദസ്സിൽ ധാരാളം ഉമ്മമാരുണ്ട്. നമ്മളെല്ലാവരുടെയും നമ്മുടെ ഒളൂകൾ ബാത്റൂമിലായി മാറിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെയായി പോയിട്ടുണ്ട്. എന്നാൽ ബാത്റൂമിലാണെങ്കിൽ പരമാവധി ഒഴിവാക്കലാ ദിക്റും സലാത്തൊന്നും ചെല്ലാൻ പറ്റൂല. ഇരിക്കട്ടെ, ഒളൂഇന് ശേഷമുള്ള ദുആ, ആ ദുആ നിർവഹിക്കുമെന്ന് റസൂലുള്ളാഹിന്റെ ഈ ഹുബ്ബിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും തീരുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഐഡന്റിറ്റി അത് വുളൂ ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ജോലിക്ക് പോകുമ്പോഴും വുളൂ ചെയ്തു പോകുക, കച്ചവടത്തിന് പോകുമ്പോഴും വീട്ടിൽ നിന്ന് വുളൂ ചെയ്തിറങ്ങുക, വാഹനം ഓടിക്കുന്നവരും വുളൂ പതിവാക്കുക. വുളൂ മുറിഞ്ഞാൽ ഇന്ന് വുളൂ ചെയ്യാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് കിടന്നുറങ്ങുമ്പോൾ ലാ തജ്ലിബന്നഹുമാ വലാ തകുനാഇമാ ഇല്ലാ അലാ ദിക്രിൻ വതുഹരിൻ കാമിലാ. നാൽക്കാലികളെ പോലെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നേ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യാതെ, ശുദ്ധീകരണം നടത്താതെ, മിസ്വാക്ക് ചെയ്യാതെ ഒറ്റ രാത്രി പോലും മുത്തുനബി തങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒറ്റ രാത്രി പോലും റസൂലുള്ളാഹി തങ്ങൾ ജനാബത്തുകാരനായിട്ട്, വലിയ ശുദ്ധിക്കാരനായിട്ട്, കുളി നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ ഒറ്റ രാത്രി പോലും റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിട്ടില്ല. സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ തങ്ങൾക്ക് വലിയ ശുദ്ധിയുണ്ടായാൽ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കാറില്ല. സുബഹി നിസ്കരിക്കാൻ വേണ്ടി ശുദ്ധിയാകാൻ കാത്തിരിക്കാറില്ല. കുറച്ചുകൂടി കിടന്നുറങ്ങിയിട്ട് തഹജ്ജുദ് എഴുന്നേൽക്കുമ്പോൾ കുളിക്കാമെന്ന് തീരുമാനിക്കാറില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനാബത്തുണ്ടായാൽ അപ്പോൾ തന്നെ റസൂലുള്ളാഹി പോയി കുളിക്കും. ഒറ്റ ദിവസം പോലും ജനാബത്തോടുകൂടെ ഞങ്ങളോടൊപ്പം മുത്തുനബി തങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. ചിലപ്പോഴെങ്കിലും റസൂലുള്ളാഹിക്ക് കുളിക്കാൻ പറ്റാതെയായാൽ അതൊരു പക്ഷേ വെള്ളം കിട്ടാത്തത് കൊണ്ടാകാം, അതല്ലെങ്കിൽ ശക്തമായ തണുപ്പുള്ളത് കൊണ്ടാകാം. നല്ല തണുപ്പുള്ള സമയം മദീനത്ത് പോയവർക്ക് അറിയാം, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. നട്ടുച്ച സമയത്ത് പോലും മൂടിപ്പൊതിച്ച് നടക്കേണ്ട തണുപ്പുണ്ടായിരിക്കും മദീനത്തൊക്കെ. ഹീറ്റർ സംവിധാനമൊക്കെ ഉണ്ടെന്നതില്ലല്ലോ. ഒരു പക്ഷേ ശരീരം മരവിച്ചു പോകും, കോരിപ്പിടിച്ചു പോകും, ആ സമയത്തരിച്ചു പോകും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് വുളൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവിടുത്തെ രഹസ്യഭാഗം ക്ലീൻ ചെയ്യും. ജനാബത്തുണ്ടായ റസൂലുള്ളാഹി തങ്ങൾ രഹസ്യഭാഗം വൃത്തിയാക്കും. എന്നിട്ട് തയമമെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വുളൂ ചെയ്യും. എന്നിട്ടേ നബി തങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ, എന്നിട്ടേ റസൂലുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, എന്നിട്ടേ റസൂലുള്ള വെള്ളം കുടിച്ചിട്ടുമുള്ളൂ. പച്ച വെള്ളം പോലും നബി തങ്ങൾ ജനാബത്തോടുകൂടെ കുടിച്ചിട്ടില്ല.
ഒരു ഭക്ഷണവും നബി തങ്ങൾ അശുദ്ധിയോടുകൂടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒറ്റ രാത്രി പോലും ജനാപത്തുകാരനായി ഞങ്ങളോടൊപ്പം നബി തങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾക്ക് വയ്യാതെയായി. അവിടത്തെ സക്കറാത്തിന്റെ രാത്രികൾ, വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന വേദന രാത്രികൾ, തൊട്ടടുത്ത് കാണുന്ന പള്ളിയിലേക്ക് പോലും ഇറങ്ങി വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ. ഈ സമയത്ത് ആയിഷയുടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ ഇന്നെനിക്ക് വുളൂ ചെയ്യാൻ വയ്യ, എനിക്കൊന്ന് വുളൂ ചെയ്തു തരുമോ, എനിക്കൊന്ന് മിസ്വാക്ക് ചെയ്തു തരുമോ ആയിഷ? സുഖമില്ലാതെ വിറച്ചു കിടക്കുന്ന പ്രയാസപ്പെടുന്ന രാത്രി പോലും നബി തങ്ങൾ വുളൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആയിഷ എല്ലാ ദിവസവും ഫാത്തിഹ ഓതിയിട്ടാ ഞാൻ ഉറങ്ങാറുള്ളൂ, ഇഖ്ലാസ് ഓതിയിട്ടേ ഉറങ്ങാറുള്ളൂ, മുഅബ്ബിദത്തൈൻ ഓതിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. ഇപ്പോൾ എനിക്ക് ഓതാൻ വയ്യാത്തത് കൊണ്ട് എനിക്കൊന്ന് ഓതിയിട്ട് ഊതിത്തരുമോ ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഞാൻ ഫാത്തിഹ ഓതി, സൂറത്തുൽ ഇഖ്ലാസ് ഓതി, മുഅബ്ബിദത്തൈൻ ഓതി. ഞാൻ റസൂലുള്ളാഹിനെ ഓതി കൊടുക്കാൻ ഞാൻ ആയിട്ടില്ല. നബി തങ്ങളുടെ കൈ നീട്ടിപ്പിടിച്ച് റസൂലുള്ളാഹിന്റെ കയ്യിൽ ഞാൻ ഓതി കൊടുത്തു. ഇത് നബി തങ്ങളുടെ കൈ കൊണ്ട് നബി തങ്ങളുടെ ശരീരം മുഴുവൻ ഞാൻ തടവി കൊടുത്തു. എന്നിട്ടാ റസൂലുള്ളാഹി കിടന്നുറങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അത്രമാത്രം ഗൗരവത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കണ്ട കാര്യമാണ് വുളൂഓടുകൂടെ, ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങുക എന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ തിരിച്ചറിയാനുള്ള നമ്മുടെ ഏറ്റവും വലിയ രേഖ, ഐഡന്റിറ്റി വുളൂ. ആ വുളൂവിന് ശേഷമുള്ള ദുആ. ഒരുപക്ഷെ പ്രായമുള്ളവർ, മദ്രസയിൽ പഠിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാകും. വുളൂവിന് ശേഷമുള്ള ദുആ പഠിക്കാൻ കഴിയുന്നവർ മുഴുവൻ പഠിക്കണം. ഇനി പൂർണ്ണമായി പഠിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അറിയാത്ത ഒറ്റ കുട്ടി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. കയ്യും കണ്ണും മേൽപോട്ട് നിർത്തിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിട്ടുള്ള ദുആ. ഈ ദുആ നാം ജീവിതത്തിൽ വുളൂഇന് ശേഷവും കുളിക്ക് ശേഷവും നിർവഹിക്കൽ സുന്നത്തുണ്ട്. കുളിക്ക് ശേഷവും ഈ ദുആ നിർവഹിക്കൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടെ കുളി ഇബാദത്തിന്റെ കുളിയാണ്, സുന്നത്താണ് ആ കുളി. ജനാബത്ത് കുളി ഒരു ഇബാദത്താണ്, നിർബന്ധമുള്ള പ്രതിഫലം കിട്ടുന്ന അമലാണ് ജനാബത്തിന്റെ കുളി. ഇങ്ങനെയുള്ള കുളികൾ നിർവഹിച്ചാൽ ആ കുളിക്ക് ശേഷവും ഈ ദുആ സുന്നത്തുണ്ട്. ഇതിനധികം മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കും ഈ ദുആ സുന്നത്തുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വുളൂ ചെയ്ത് കൊടുക്കും മയ്യത്തിന്. ചില സ്ഥലത്തൊക്കെ കുളിപ്പിച്ചതിന് ശേഷം വുളൂ ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല. ചേരമാമ ഹജ്ജിൽ എല്ലാ ഭാഗത്തും അൽഹംദുലില്ലാഹ് മയ്യത്ത് പരിപാലന ക്ലാസ് വെച്ചപ്പോഴാണ് അവരിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, തുറച്ചു നോക്കുന്നുണ്ട്, എന്ത് ഇങ്ങനെ പറയുന്നത്. പല സ്ഥലത്തും അങ്ങനെയും കാണുന്നുണ്ട്. നമ്മുടെ സാന്ത്വന മഹൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സമീപത്തുള്ള സാന്ത്വന മഹലിൽ 11 വർഷം അൽഹംദുലില്ലാഹ് ചെറിയ ഖാദിമായിട്ട് അവിടെ കൂടിയിരുന്നു. ആ സമയത്ത് പലരും ഇങ്ങനെ വരുന്ന മയ്യത്ത് കുളിപ്പിക്കാൻ ഓരോ നാട്ടുകാരൊക്കെ ജനാസയുടെ കൂടെ വരുന്ന സമയത്ത് അവർ കുളിപ്പിക്കുമ്പോഴൊക്കെ പലരും എന്ന് പറഞ്ഞാൽ വാലിബ് അങ്ങനെ തന്നെ കണ്ടത്. ലാസ്റ്റ് ഒന്നുണ്ടാക്കി കൊടുക്കല് സുന്നത്തിന് വിരുദ്ധാണ്. ആദ്യം ഒന്നുണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് മയ്യത്ത് കുളി തന്നെ ആരംഭിക്കുക. ഉതുണ്ടാക്കിയതിനു ശേഷം ആദ്യം തല കഴുകുക, പിന്നെ വലത്തെ ഭാഗം, പിന്നെ ഇടത്തെ ഭാഗം. ചില ആളുകളൊക്കെ മയ്യത്തെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആദ്യം തന്നെ കുടമ്പലെടുത്ത് ഒറ്റ ഒഴിക്കലാണ്. അവർ സുഹൃത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ കാണിക്കുന്ന വെച്ചാൽ പറയണേ, കുതിർന്നോട്ടെ എന്നായിരുന്നു. മയ്യത്തെ കുളിപ്പിക്കാൻ സുഖാണല്ലോ, അത് കുതിർന്നോട്ടെ, വെള്ളം നനഞ്ഞോട്ടെ, കുതിരാന്ന് പറഞ്ഞ ശൈലിക്ക്. അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്തും ആദ്യം വുളൂ. ആ മയ്യത്തിന് വുളൂ ഉണ്ടാക്കി കൊടുത്താൽ ആരാണോ കുളിപ്പിക്കുന്നത് ആ കുളിപ്പിക്കുന്ന ആളെ ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ നിർവഹിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തഫസ്സല പറയുമ്പോൾ മയ്യത്ത് പരിപാലനത്തെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടത്. വുളൂഇന് ശേഷം മയ്യത്തിന് വുളൂ ഉണ്ടാക്കി കൊടുത്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽ
അല്ലാഹുമ്മ ഇജ്അൽനി നമ്മൾ ദുആർക്കല്ലേ. പക്ഷെ ഇപ്പോ മയ്യത്തിനാ. അല്ലാഹുമ്മ ഇജ്അൽഹു മിനത് തവ്വാബീൻ. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽനി വഇയ്യാഹു മിനത് തവ്വാബീൻ. സ്ത്രീകളാണെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽഹാ മിനത് തവ്വാബീൻ. അതല്ല ഒന്നുകൂടി അറബിക്ക് അറിയും അങ്ങനെയൊക്കെ സൂക്ഷിച്ച് എല്ലാം പറ്റുന്നവരാണെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽനി വഇയ്യാഹാ. എന്നെ പോലെ തന്നെ മയ്യത്ത് കുളി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ദുആ മയ്യത്ത് കുളിപ്പിക്കൽ പൂർണ്ണമായാൽ രണ്ടാമതും ഈ ദുആ നിർവഹിക്കൽ സുന്നത്തുണ്ട്. കൊണ്ട് മാത്രമായില്ല, കൈകാലുകൾ കഴുകിയത് കൊണ്ട് മാത്രമായില്ല, വിനയാന്യതമായ റബ്ബിനോടുള്ള ഒരു അപേക്ഷയാണ്, ഒരു പ്രാർത്ഥനയാണ്. പടച്ചവനെ, ഞാൻ കഴുകിയിട്ടുണ്ട്, ശുദ്ധിയായിട്ടുണ്ട്. ശുദ്ധിയായി പ്രഖ്യാപിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, അതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് നീയാണ്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. ആയിട്ടുണ്ടോ അറിയില്ല, പാപിയാണ് ഞാൻ. കുളി ശരിയായിട്ടുണ്ടോ അറിയില്ല, ഒന്നും അറിയാത്തവനാണ് ഞാൻ. നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എന്നെ സ്വീകരിക്കണേ റബ്ബേ. വിനയാന്യതമായ ദുആ എല്ലാവരും ഒന്നിനു ശേഷം നമ്മൾ നിർവഹിക്കണം. പൂർണ്ണമായിട്ട് അറിയാത്തവരാണെങ്കിൽ മലയാളത്തിലെങ്കിലും ദ്വാരക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതെല്ലാവർക്കും അറബിയിൽ ചെല്ലാം. ഷഹാദത്ത് എന്തായാലും നമുക്ക് അറബി ചെല്ലാലോ. അത് കഴിഞ്ഞുള്ള ദുആ പഠിക്കാൻ അറിയാത്തവര്, സാധിക്കാത്തവര് മലയാളത്തിലെങ്കിലും ദ്വാരക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ അങ്ങോട്ട് പോരാ. ഉസ്താദുമാരൊക്കെ അവരൊക്കെ ഒന്ന് ചെല്ലുന്നവരാ. നമ്മളാ കൂടുതൽ ആമീൻ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, എൻ്റെ ഇഖ്വാനുകൾ എന്നെ കാണാതെ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ ഉമ്മത്താണെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇനിയാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് എത്തും അറിയില്ല. ഞാൻ ഇവിടേക്ക് പോയി കുറച്ചങ്ങോട്ട് വഴിതെറ്റി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞവരാണ് ഞാൻ നിങ്ങളും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. എനിക്ക് കാണാൻ പൂതിയാവുന്നു, കൊതിയാകുന്നു എന്ന് വിശേഷിപ്പിച്ചവരാ മുഅ്മിനീങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചവർക്ക് ആ മുഅ്മിൻ എന്ന് പറയാ. ഈമാൻ കാര്യങ്ങൾ എത്ര? 5 ഈമാൻ കാര്യം 5 ഉറങ്ങണ്ട നോക്കാനാണ്. എത്ര ഈമാൻ കാര്യം? ഞാൻ ഇപ്പൊ മറന്നേക്കണ്, മദ്രസയിൽ പഠിച്ചതല്ലേ. ഈമാൻ കാര്യം 6 എന്നാൽ ഒരാൾ മുഅ്മിനാണ് എന്ന് എപ്പോഴാ പറയാ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഅ്മിൻ എന്ന് പറഞ്ഞ പദത്തിന്റെ തഅരീഫ്, നിർവചനം, അതിന്റെ ഡെഫിനിഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അൽ ഈമാൻ തസ്ദീഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കുല്ലി മാ ജാഅ ബിഹി മിനല്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിക്കുക, റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കുക, അവനാണ് മുഅ്മിൻ എന്ന് പറയാം. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ പറയില്ലേ, ആ പഹന് ഭയങ്കര ഈമാനാന്ന് പറയില്ലേ, അയാൾക്ക് തീരെ ഈമാൻ ഇല്ല എന്ന് പറയും. എങ്ങനെ നിങ്ങളെ വിലയിരുത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്ന ഒരാൾ അവനാണ് മുഅ്മിൻ. റസൂലുള്ളാഹി തങ്ങളെ വിമർശിക്കുന്നവൻ, റസൂലുള്ളാഹിനെ അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, മുഅ്മിനായി അറിയപ്പെടുന്ന റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹബീബ് തങ്ങൾ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച് കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് നമ്മെ വല്ല ഇഷ്ടമാണ്, നമ്മുടെ അയൽവാസി ഇഷ്ടമാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? അല്ലദീന ആമനൂ ബി വലം യറൗനി. ആ നബി തങ്ങളെ കാണാതെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും റസൂലുള്ളാഹിന്റെ ഇഖ്വാനുകളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. ആ ഇഖ്വാനുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളാകുന്ന നാം മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? നാം ഒരാളെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല, ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. നിസ്സാരപ്പെടുത്തിയാൽ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചവരെ നമ്മൾ നിസ്സാരപ്പെടുത്തിയത്. റസൂലുള്ളാഹി കാത്തിരിക്കുന്നവരെയാണ് നമ്മൾ നിസ്സാരപ്പെടുത്തിയത്. لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من
النساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب. നിങ്ങൾ ഒരാളും ഒരാളെയും നിസാരപ്പെടുത്തരുത്. ഈ ആയത്തിറങ്ങാനുള്ളൊരു കാരണമുണ്ട്, സബബുൻ നുസൂലുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും സുബഹി ജമാഅത്തിന് മറ്റെല്ലാ വഖത്തുകൾക്കും ഒന്നാമത്തെ സഫിലുണ്ടാവും. നേരത്തെ വരും. കാരണം മഹാനവറുകൾക്ക് കേൾവി കുറച്ച് കുറവാണ്, പതുക്കെയാണ്. അതുകൊണ്ട് റസൂലുള്ളാന്റെ ഓത്ത് കേൾക്കാനും റസൂലുള്ളാന്റെ ക്ലാസ് കേൾക്കാനും ഒന്നാമത്തെ സഫിൽ തന്നെ സ്ഥലം പിടിക്കും. അങ്ങനെയുള്ള സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നേരം നൽകിയിട്ട് ആ പള്ളിയിലെത്തിയത് സുബഹി ജമാഅത്തിന് ഏറ്റവും പിറകിലെ സഫിലെ സ്ഥലം കിട്ടിയത്. നിസ്കാരം കഴിഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ സഹാബികൾ ക്ലാസ് എടുക്കുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാന്റെ സംസാരം കേൾക്കുന്നില്ല. ഏറ്റവും പിറകിലിരിക്കുന്ന സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഓരോ സഫുകളും മുറിച്ചു കടന്നുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നു. എല്ലാവരും റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി കാതോർക്കുകയാണ്. നിശബ്ദമായ മജ്ലിസാണ്. ഒരാളും വർത്തമാനം പറയുന്നില്ല, ഇണങ്ങുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സഫുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നു. ഒരു സഫ് കൂടി കടന്നാൽ നബി തങ്ങളുടെ സബിതത്തിലെത്താം, റസൂലുള്ളാന്റെ വാക്ക് കേൾക്കാം, റസൂലുള്ളാന്റെ ക്ലാസ് കേൾക്കാം. അവിടെ ഇരിക്കുന്ന സഹാബിയുടെ തോളിൽ തൊട്ടിട്ട് പറഞ്ഞു, തഫസ്സഹ്, കുറച്ച് വഴി തരൂ, ഞാൻ അങ്ങനെ കടന്നോട്ടെ എന്ന് വെച്ചാൽ സഫിൽ ഇങ്ങനെ ഇരിക്കല്ലേ, അടുപ്പിച്ചിരിക്കല്ലേ, കുറച്ച് വഴി തരൂ, കടക്കട്ടെ. നമ്മളെ പോലെ നിസ്കാരം കഴിഞ്ഞാൽ അതേ സഫിൽ തന്നെ ഇരിക്കുക സഹാബികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കില്ല. നമ്മൾ സലാം വീട്ടിയാ പിന്നെ നോക്കുമല്ലോ തൂണുണ്ടോ ചുമരുണ്ടോ എന്ന് അല്ലേ. എല്ലാരും അങ്ങനെയല്ല, ചെറുപ്പക്കാര് പ്രായമുള്ളവരൊക്കെ അവിടെ ഇരിക്കും. ചെറുപ്പക്കാരാണ് കൂടുതൽ ഇങ്ങനെ തൂണ് തെരഞ്ഞെടുക്കുക. ഇവിടുത്തെ ഈ കൂട്ടത്തിലൊന്നും അങ്ങനെ ഉണ്ടാവില്ലട്ടാ. ഉണ്ടെങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഉണ്ടെങ്കിൽ വയസ്സന്മാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പ്രായമുള്ളവരൊക്കെ. അല്ലാത്തവരൊക്കെ നിസ്കാരം സലാം വീട്ടിയാൽ ഒറ്റ നോട്ട ബാക്കിലേക്ക്, എവിടെ തൂണ് എവിടെ ചുമര്. സഹാബികൾ അങ്ങനെയല്ല. ഒരുപക്ഷേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിരുന്നാൽ ഇവരുടെ നിസ്കാരം തന്നെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകും. അതുകൊണ്ടാ നിസ്കാരം കഴിഞ്ഞാൽ ഇമാം ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ ധരിച്ചു പോകും നിസ്കാരം കഴിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഇല്ല നിസ്കാരം കഴിഞ്ഞു എന്ന് അറിയപ്പെടുത്താൻ വേണ്ടി ഇമാം ഒന്ന് ചെരിഞ്ഞിരിക്കും. അത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഒരു സഫ് മാത്രം ബാക്കിയുണ്ട്. സഫ് ഇങ്ങനെ അടഞ്ഞിരിക്കല്ലേ, ഒരു പഴുതുപോലും ഇല്ലാതിരിക്കല്ലേ. അപ്പൊ തൊട്ടിട്ട് പറഞ്ഞു കുറച്ച് വഴുതൊരു കടക്കട്ടെ എന്ന് വെച്ചു. അത് വജത്ത മജ്ലിസൻ അവിടെ സ്ഥലം ഉണ്ടല്ലോ, ഇരിക്കേണ്ട ആൾക്കാരൊക്കെ അവിടെ ഇരിക്കല്ലേ, അവിടെ ഇരിക്കുന്നതാണ്. ഈ സ്വഹാബി അങ്ങനെ പറയാൻ ആക്ഷേപിച്ചുകൊണ്ടോ ചെറുതാക്കിയിട്ടോ പറഞ്ഞതല്ല. അച്ചടക്കമുള്ളൊരു സദസ്സാണല്ലോ. ഈ സദസ്സിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോ അതൊരു ഒരു എന്താ പറയാ, സദസ്സിന്റെ ആ ഒരു ശാന്തത, എല്ലാവരും ഇങ്ങനെ കൃത്യമായി ഇരിക്കല്ലേ, ശ്രദ്ധിച്ചിരിക്കല്ലേ, എല്ലാവരും ശ്രദ്ധ മാറിപ്പോകുമോ എന്ന് ഭയന്ന് ഇവിടെ ഇരിക്കുന്നു. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അവിടെ ഇരുന്നു. റസൂൽ പറഞ്ഞു കേൾക്കണില്ല. അങ്ങനെ വല്ലാത്തൊരു മാനസിക വിഷമം. അപ്പൊ അടുത്തിരിക്കുന്ന സഹാബിയോട് ചോദിച്ചു, മനിൽ ഫുലാൻ, ഏതാണ് ഇയാളെന്ന് ചോദിച്ചു. ദേഷ്യം വന്നിട്ടേ ആരാ ഇയാളെന്ന് ചോദിച്ചു. അപ്പൊ അറിയില്ല, ഇബ്നു ഫുലാൻ. ആ സഹാബിയുടെ ബാപ്പാന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന ആളുടെ മകനാണെന്ന് പറഞ്ഞു. ഇബ്നു ഫുലാന എന്നുള്ളത് തലയാട്ടി. വെറുതല്ല അയാൾ അങ്ങനെ പറഞ്ഞത്. ആ സഹാബിയുടെ ഉമ്മ ജാഹിലിയ്യ കാലത്ത് ഇസ്ലാമിലേക്ക് എത്തുന്നതിന് മുമ്പ് സകല വേണ്ടാത്തരത്തിലും അറിയപ്പെട്ട ഒരു വനിതയുടെ, ഒരു സ്ത്രീയുടെ മകനാണ് ഈ സഹാബി. അതുകൊണ്ട് തന്നെ ആ ഉമ്മാനെ ആക്ഷേപിച്ചുകൊണ്ട് ആ സഹാബിയെ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞു, പെണ്ണിന്റെ അല്ലേ സാധനം, ആ പെണ്ണിന്റെ അല്ലേ മകൻ, അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ എന്ന അർത്ഥത്തിൽ ഒരു ആക്ഷേപ സ്വരത്തിൽ ഇബ്നു ഫുലാന
എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെ പേരും പറഞ്ഞിട്ട് ആ സഹാബിയെ ചെറുതാക്കാൻ വേണ്ടി ശ്രമിച്ചു. മറ്റുള്ള വൈരാഗ്യമൊന്നുമല്ല, റസൂലുള്ളാഹിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റാത്ത മാനസികമായ ദുഃഖമാണ്, റസൂലുള്ളാഹിന്റെ ഖിറാഅത്ത് കേൾക്കാൻ കഴിയാത്ത പ്രയാസമാണ്. ആ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇബ്നു ഫുലാന. ഇത് കേട്ടപ്പോൾ ആ സ്വഹാബി ചൂളിപ്പോയി, തല താഴ്ത്തി ഇരുന്നു പോയി. എന്റെ ഉമ്മ ഇങ്ങനെ അറിയപ്പെട്ടത് കൊണ്ടാണല്ലോ ഞാനിത് കേൾക്കേണ്ടി വന്നത്. ആ സ്വഹാബിയുടെ മനസ്സ് വേദനിച്ച് ലജ്ജിച്ചുകൊണ്ട് തല താഴ്ത്തിയിട്ട് മിണ്ടാതിരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് കടന്നു വന്നു സയ്യിദുനാ ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുത്ത ആയത്താണ് ലാ യസ്ഖറു ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നീ ആദ്യം നിന്റെ വാപ്പാനും ഉമ്മാനെ നന്നാക്ക്, നിന്റെ പെങ്ങളെ നീ ആദ്യം നന്നാക്ക്, ഇത് ആൾക്കാരെ നന്നാക്കാൻ പാ അല്ലേ? ഓ വലിയ ആളാ, വലിയ പ്രസിഡന്റാ, വലിയ കമ്മിറ്റിക്കാരനാ, വലിയ പ്രവർത്തകനാ, അവന്റെ കുടുംബ സാഹചര്യം നമുക്കറിയാലോ. അവന്റെ മക്കൾ എങ്ങനെ നടക്കണ്, അവന്റെ ഭാര്യന്റെ കോലെന്താ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ദാമ്യം പറയും മടിയുണ്ട് നിങ്ങൾക്ക്. ഈ ക്ലാസ് ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് ചില ക്ലാസ് ചിലർക്ക് ഇഷ്ടാവില്ല, അപ്പോഴാണ് ആമീനൊക്കെ സ്ട്രോങ് ഇങ്ങനെ കുറയാ അല്ലേ? നമ്മളറിയാതെ പറഞ്ഞു പോകുന്ന ചില അബദ്ധങ്ങൾ, വലിയ തെറ്റുകൾ നമുക്ക് നിസ്സാരാണ്. അവനിപ്പോ ആരാന്നൊക്കെ നമുക്കറിയില്ലേ? ഗൾഫിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത്, ഞങ്ങൾ ഒരുമിച്ചല്ലേ പഠിച്ചത്, ഞങ്ങൾ പഴയ കാലത്ത് സഹപ്രവർത്തകരായിരുന്നില്ലേ? അന്ന് എന്തൊക്കെ ഞങ്ങൾ കണ്ടതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു പക്ഷേ അവരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നിനക്കറിയാം, അവരുടെ കുടുംബ സാഹചര്യം നിനക്കറിയാം, അവന്റെ പെങ്ങന്മാരെ കുറിച്ച് നിനക്കറിയാം, അവന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങളെല്ലാം നിനക്കറിയാവുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരാളെയും തരം താഴ്ത്തരുത് കേട്ടോ. ഏതെങ്കിലും ഒരാൾ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ, ഒരാളുടെ കുറവുകളും കുറ്റങ്ങളും ഒരാൾ മറച്ചു വെച്ചാൽ, ആഖിറത്തിലെത്തുന്ന സമയത്ത് ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാത്തി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ ബഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. നമ്മുടെ ജീവിതത്തിലെ സകല എല്ലാ നന്മകളും എല്ലാ തിന്മകളും എല്ലാ രഹസ്യങ്ങളും എല്ലാ പരസ്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കിതാബ്, ആ കിതാബ് നമ്മുടെ കയ്യിൽ നൽകിയിട്ട് വായിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ രഹസ്യം ഉണ്ടാവും. ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ധരിച്ചുകൊണ്ട് നാം പ്രവർത്തിച്ച എല്ലാ രഹസ്യം കൃത്യമായിട്ട് ഡേറ്റും സെക്കൻഡും ഒക്കെ രേഖയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അപാകതകൾ സംഭവിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചാൽ, ആ ദോഷം അല്ലാഹു മറച്ചു വെക്കാൻ, കിതാബ് രേഖയിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയാൻ, ഒരാളുടെ മുന്നിലും വായിക്കാതെ നിന്നെ അല്ലാഹു തആല രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല നിന്റെ മുന്നിൽ ആ കിതാബ് കൊണ്ടുവന്ന് എല്ലാം രേഖയാക്കി വെച്ചിട്ടുണ്ട്. ആ രേഖയാക്കപ്പെട്ട കാര്യം നീ വായിക്കാൻ വേണ്ടി റബ്ബ് നിനക്ക് വേണ്ടി എഴുതപ്പെട്ട കിതാബ് രേഖയാക്കി തരുമ്പോൾ, മോനെ, നിനക്ക് നിന്റെ അയൽവാസിയെ കുറിച്ചറിയാം, നിന്റെ ബന്ധുവിനെ കുറിച്ചറിയാം, നിന്റെ സുഹൃത്തിനെ കുറിച്ച് എല്ലാ രഹസ്യങ്ങളും നിനക്കറിയാം. അവന്റെ കുറവുകൾ പോരായ്മകൾ നീ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്റെ രഹസ്യങ്ങൾ മുഴുവനും നിന്റെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു രഹസ്യമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഒരാളുടെയും രഹസ്യം നമ്മൾ പൊളിക്കരുത്. അങ്ങനെ പൊളിച്ചാൽ അല്ലാഹു നമ്മയും പൊളിക്കും, നമ്മളെയും വഷളാക്കും അല്ലാഹു. ഇപ്പൊ നമ്മള് ഒരു പക്ഷേ ഈ മഹല്ലത്തിലുള്ള ഏകദേശം ഈ മഹല്ലത്തിൽ എത്ര വീടുണ്ടാവും? വലിയമല്ല, ഒരു 2000 വീടുണ്ടാ? 1000 വീടുണ്ട് വിചാരിച്ചാണ്. ഈ 1000 വീട്ടുകാരെ അറിയുള്ളൂ.
നമ്മൾ ഒരാളെ വഷളാക്കുമ്പോൾ ഈ നാട്ടിലുള്ള 1000 വീട്ടുകാരും കുടുംബങ്ങളും അറിയാം. എന്നാൽ അതിന് പകരമായി അല്ലാഹു ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അവനെ വഷളാക്കുമെന്ന് സാദിഖുൽ മസ്ദൂഖ് നബിയുനാ റസൂലുള്ളാഹ്. أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها. ഒരു പെൺകുട്ടി വന്ന് റസൂലുള്ളാഹി തങ്ങളോട് പരാതി പറഞ്ഞു, നബിയേ, എന്റെ വീട്ടിൽ എനിക്ക് സ്വകാര്യമായ റൂമുണ്ട് നബിയേ, എന്റെ വീട്ടിൽ എനിക്ക് സ്വകാര്യമായ റൂമുണ്ട്. ആ റൂമിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത്, ഇന്നി യകൂനു ഫീ ബൈതി അലാ ഹാൽ. നമ്മുടെ വീടാകുമ്പോ അത്യാവശ്യം സൗകര്യമുള്ള വീടാണെങ്കിൽ മകൾക്ക് റൂമുണ്ടാകും, മകന് വേറെ റൂമുണ്ടാവും, പെങ്ങന്മാർക്ക് റൂമുണ്ടാകും, ജ്യേഷ്ഠന്മാർക്ക് റൂമുണ്ടാകും. ഈ പെൺകുട്ടി റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഇന്നി യകൂനു ഫീ ബൈതി അലാ ഹാൽ. റൂമിൽ ഞാൻ വിശ്രമിക്കുന്ന സമയത്ത്, ഞാൻ എന്റേതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന സമയത്ത്, ലാ ഉഹിബ്ബു അൻ യറാനി അലൈഹാ അഹദ് യാ റസൂലല്ലാഹ്. എന്റെ റൂമിൽ ഞാൻ കഴിയുമ്പോൾ എന്നെ ആരും കാണരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ബാപ്പയും എന്റെ മക്കൾ പോലും എന്നെ കാണരുത്, എന്റെ റൂമിലേക്ക് വരരുത് എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എന്റെ വീട്ടിലെ റൂമിൽ വിശ്രമിക്കുന്ന സമയത്ത് എന്നോട് സമ്മതം ചോദിക്കാതെ എന്റെ പ്രിയപ്പെട്ട ബാപ്പ കയറി വരുന്നു നബിയേ. നമ്മുടെ വീട്ടില് നമ്മുടെ മകൾക്ക് റൂമുണ്ട്. ആ റൂമിൽ നമ്മുടെ മകൾ കഴിയുന്ന സമയത്ത് ആ മകളുടെ സമ്മതം ചോദിക്കാതെ ബാപ്പ കയറി വരിക. ശ്രദ്ധിക്കുന്നില്ല, ഇവിടെ ഉണ്ടാ, ഇവിടേക്ക് ശ്രദ്ധ പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ശ്രദ്ധ പോയിട്ടുണ്ടാ? അതിന് സിഗ്നലാണ്, മതി എന്നുള്ളതിന് സിഗ്നലാണ്. ആണാ? ആ പെൺകുട്ടി റസൂലുള്ളാഹി തങ്ങളോട് പരാതി പറയാൻ, നബി, ഞാൻ എന്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്റെ ബാപ്പ എന്നോട് സമ്മതം ചോദിക്കാതെ കടന്നു വരുന്നു. എന്നെ പോലെ തന്നെ സഹോദരങ്ങളും കടന്നു വരികയാണ്. റജുലും മിൻ അഹ്ലി, വീട്ടിലുള്ള മറ്റു ആണുങ്ങളൊക്കെ കടന്നു വരികയാണ്. വഅന അലാ തിൽകൽ ഹാലി ഫകൈഫ അസ്നഅ. ആ പെണ്ണ് ചോദിക്കുക, ഞാൻ എന്താ ചെയ്യാം? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭാഷ ഞാൻ എന്താ കാട്ടുകയെന്ന് ചോദിക്കും. ഇവിടെ അങ്ങനെ ഭാഷ ഉണ്ടാ? ഇല്ല. എന്താ ഞാൻ എന്താ കാട്ടുകയെന്ന് ചോദിക്കും. എന്റെ റൂമിൽ ഞാൻ സ്വകാര്യമായിട്ട് കഴിയുമ്പോ എന്റെ ബാപ്പ പെട്ടെന്ന് കയറി വരിക, എന്റെ സഹോദരങ്ങൾ കയറി വരിക, എന്റെ ജ്യേഷ്ഠങ്ങൾ കയറി വരിക. എന്താ നബിയെ ചെയ്യാ? അപ്പിറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. നിങ്ങൾ ഉണ്ടാക്കിയ വീടാണ്, ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്ത് ജോലിക്ക് പോയി അധ്വാനിച്ച് വിയർപ്പ് നീര് ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണ്, നിങ്ങളുടെ സ്വന്തം വീടാ. പക്ഷെ ആ വീട്ടിൽ നിങ്ങളുടെ മകൾക്ക് റൂം നിർണയിച്ചു കൊടുത്താൽ, ആ മകൾ പ്രായപൂർത്തിയായ മകളാണെങ്കിൽ, ആ മകൻ പ്രായപൂർത്തിയായ മകനാണെങ്കിൽ, ആ റൂമിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പാടില്ല. സ്വകാര്യതയെ ചോദ്യം ചെയ്യാൻ പാടില്ല. മക്കളുടെ സ്വകാര്യത പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ ആയത്ത് സ്വഹാബികൾക്ക് പഠിപ്പിച്ചപ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, അസ്തഅദിനു അലാ ഉമ്മി യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങനെയാണെങ്കിൽ എന്റെ ഉമ്മാട്, സ്വന്തം ഉമ്മാട് എനിക്ക് സമ്മതം ചോദിക്കേണ്ടതുണ്ടോ നബിയേ? ഒരു ബാപ്പാക്ക് മകളോട് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉമ്മാന്റെ റൂമിലേക്ക് കടക്കാൻ ഉമ്മാന്റെ സമ്മതം മക്കള് മേടിക്കണം. فقال سيدنا رسول الله صلى الله عليه وسلم نعم വേണം. ഈ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, ലൈസ ലഹാ ഖാദിമുൻ ഗൈരി. നബിയേ, ഞാനല്ലാതെ മറ്റൊരു ഖാദിം എന്റെ ഉമ്മാക്ക് ഇല്ല നബിയേ. ആ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഞാനാണ്, ആ ഉമ്മാനെ കുളിപ്പിക്കുന്നത് ഞാനാണ്, ആ ഉമ്മാനെ വസ്ത്രം മാറ്റി കൊടുക്കുന്നത് ഞാനാണ്, ആ ഉമ്മാക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നടത്തുന്ന മകനാണ് ഞാൻ. അങ്ങനെ
ഞാൻ സമ്മതം ചോദിക്കണോ? ഫഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തഅദിൻ, നീ സമ്മതം ചോദിച്ചോളണം. വീണ്ടും ആ സഹാബിയുടെ ചോദ്യം, നബിയേ ഹിയ അജൂസത്തുൻ യാ റസൂലല്ലാഹ്, തള്ളച്ചിയല്ലേ നബിയേ, വാർദ്ധക്യ പ്രായമെത്തി ഒന്നിനും പറ്റാത്ത ശരീരങ്ങൾ ചുക്കിച്ചുളുങ്ങിയ, ഞാൻ സേവനം ചെയ്യുന്ന എന്റെ സേവനത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അങ്ങനെയുള്ള ഉമ്മാട് സമ്മതം ചോദിക്കേണ്ടതുണ്ടോ? سيدنا رسول الله صلى الله عليه وسلم تحب أن تراها عريانا, മോനെ നിന്റെ ഉമ്മാന്റെ ഔറത്ത് നീ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാൽ നീ അപ്രതീക്ഷിതമായിട്ട് കയറി ചെന്നാൽ നിന്റെ ഉമ്മ എങ്ങനെയാണ് വിശ്രമിക്കുന്ന അറിയാൻ കഴിയില്ല. അതുകൊണ്ട് സ്വന്തം ഉമ്മാന്റെ സ്വകാര്യതയെ നീ ചോദ്യം ചെയ്തു പോകരുത്. നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം കുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ വഇദാ ബലഅൽ തുഫാലു മിൻകുമുൽ ഹുലും ഫസ്തഅ്ദിനൂ കമസ്തഅ്ദനല്ലദീന മിൻ ഖബലിഹിം. സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, പ്രായപൂർത്തിയായ മക്കളോട് നിങ്ങൾ സമ്മതം ചോദിച്ചോളണം. ചെറിയ കൊച്ചുകുട്ടികളാണ് ഈ വേണമെന്നില്ല. പ്രായപൂർത്തിയായാൽ ഏത് രാത്രി സമയത്ത് പാതിരാത്രി എന്താവും കിടന്നുറങ്ങിയിട്ടില്ലേ എന്ന് പോയിട്ട് വാതിലൊക്കെ മുട്ടിയിട്ട് വിളിച്ചു ചോദിക്കാം. വാതിൽ തള്ളി തുറന്നിട്ട് എന്താ ഉറങ്ങാത്തത് കിടക്കാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ മക്കളുടെ ഭാവിയും മക്കൾ നന്നാവണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇസ്ലാം അത് ശക്തമായ രൂപത്തിൽ അത് പാടില്ല എന്ന് പറയാം. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ യൂട്യൂബിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ആരോടും മിണ്ടാതെ ഗൾഫിൽ നിന്ന് വരിക, പാതിരാത്രി വന്നിട്ട് വാതിൽ മുട്ടുക, അല്ലെങ്കിൽ ആരോടും കൊണ്ട് അടുക്കള കണ്ട് കയറി ചെല്ലുക, ഉമ്മ ബോധം കെട്ട് വീഴുക, അത് പകർത്താൻ വേണ്ടി വേറൊരു ഹയവാനെ കൂടെ കൊണ്ടുപോവുക, വീഡിയോ പിടിക്കാണ്ട് ഭാര്യ വന്ന് കെട്ടിപ്പിടിക്കുക. വലിയ സംഭവമാണ്. അതിന്റെ കമന്റുകളൊക്കെ നോക്കിയ ഓ എന്തൊരു ഭാര്യ, സ്നേഹമുള്ള ഭാര്യയാണ്. ആ ഉമ്മാന്റെ കടത്തം കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളാ കൂടുതലും കാണുന്നത്. എന്നാൽ നിങ്ങൾ കണ്ടോ, സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ തന്നെയും അറിയിപ്പില്ലാതെ വരാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹ് തങ്ങളെ കുറിച്ചുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അൻ യഅതിയ റജുലു അഹ്ലഹു തുറുഖാ. ദൂരയാത്ര കഴിഞ്ഞു വന്നാൽ നേരെ ആരോടും പറയാതെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഈ സ്വന്തം ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ, വേറെ ആരും ഇല്ല, എന്നാൽ അങ്ങനെ വരാൻ പാടില്ല എന്നാണ് ദീർഘയാത്ര കഴിഞ്ഞു വരുന്ന ആള്. സൈനബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിഗൽ ലഭിച്ചിട്ട് 5 മിനിറ്റ് കൂടി നിർത്താല്ലേ, സിഗൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു സമയത്ത് നമുക്ക് ബാക്കി പറയാം. തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്ന് ജീവിച്ച് കാണിച്ചു തന്നവരാ സൈനബ് റളിയല്ലാഹു അൻഹയും അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു. തങ്ങള് പച്ചപ്പാവ 5 പൈസ ഗതിയില്ല, പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷത്തിനൊരു കുറവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സമ്പത്ത് കുടുംബ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. വയലൊക്കെ പറയാലേ, കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴല്ലേ ഉസ്താദിന്റെ വയലും സൈനബാന്റെ കഥയൊക്കെ ഇങ്ങനെ പറയേണ്ടി വരിക. പറയാനൊക്കെ സുഖായിരിക്കും, കാര്യങ്ങൾ നടക്കാതെ നോട്ടെ. സൈനബ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അതിരറ്റ് സ്നേഹിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഭർത്താവിന് സാമ്പത്തിക ശേഷി കുറഞ്ഞു എന്നുള്ളതിന്റെ പേരില് ഭർത്താവിനെ അവരെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനം കുറക്കുന്ന ചെറിയൊരു ചലനം പോലും സൈനബാൻ എടുക്കുന്നില്ല. അവര് തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ സന്തോഷം
നാം ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ്, വായിച്ചു പഠിക്കേണ്ടതാണ്. സമയമില്ല. സൈനബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫന്തഹാ ഇലൽ ബാബ് ഇദാ ജാഅ മിൻ ഹാജ, പുറത്തു പോയി തിരിച്ചു വന്നാൽ ഫന്തഹാ ഇലൽ ബാബ്, വാതിലിന്റെ സമീപത്തെത്തിയാൽ, വീട് പടുക്കലെത്തിയാൽ തനഹ്നഹാ പറഞ്ഞിട്ട് രണ്ട് ഒച്ചക്കുണ്ടാക്കിയിട്ട് വരുള്ളൂ. കടയിൽ പോയതാവും. സാധാരണ വരുന്ന സമയം തന്നെയാണ്, അറിയാ ഇന്ന സമയത്ത് എത്തും. പഴയ കാലത്തെ കാരണന്മാരും കൂടി വീട്ടുകാരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരൂല്ലേ. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ ഭാര്യമാരെ, വീട്ടുകാരെ നേരത്തെ തന്നെ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നുള്ള സൂചന കൊടുക്കുക. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ്. ഈ സുന്നത്തൊക്കെ കാറ്റിൽ പറത്തിയിട്ട് വലിയ സംഭവമാക്കിയിട്ട് ഗൾഫിൽ നിന്ന് അതേപോലെ ദൂരയാത്ര കഴിഞ്ഞിട്ട് ഉമ്മാനെ ഞെട്ടിക്കാൻ, ഭാര്യ ഞെട്ടിക്കാൻ വേണ്ടി വന്ന് അവർക്ക് സർപ്രൈസ് കൊടുക്കുക, എൻ്റെ വീഡിയോ എടുക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ആനന്ദം കൊള്ളുന്ന എല്ലാവരൊക്കെ കുറിച്ച് പറയാ. ദയ്യൂസ് എന്ന് പറയാം. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ പെങ്കൂസന്മാരെന്ന് പറഞ്ഞവരെ കുറിച്ച് ഒരു ബോധമില്ലാത്ത ചെക്കന്മാർ. റസൂലുള്ളാഹി തങ്ങൾ വെറുത്ത കാര്യം, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇരിക്കട്ടെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ ദീർഘയാത്ര പോയാലാണ്, ദീർഘയാത്ര പോയാലാണ്, ഗൾഫ് പോയാലാണ്, അല്ലെങ്കിൽ ജമ്മും കസറും ദൂരമുള്ള ദൂരത്തേക്ക് പോയാലാണ്, എപ്പോഴാ വരാൻ അറിയുന്ന സാഹചര്യമില്ല, ദീർഘയാത്രയാണ്. അങ്ങനെയുള്ള ഒരാൾ അവന്റെ വീട്ടിലേക്ക് അലംറഅതിഹി ലൈലൻ ബഗ്താ, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വീട്ടിലേക്ക് രാത്രി സമയത്തോ അല്ലാത്ത സമയത്തോ ഭാര്യയെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കടന്നു വരാൻ പാടില്ല എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഭാര്യക്കുമുണ്ട് സ്വകാര്യത, മക്കൾക്കുമുണ്ട് സ്വകാര്യത. ഫമാ അമ്മാ മൻ കാന സഫറുഹു ഖരീബാ, തൃശ്ശൂർ വരെ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ കോഴിക്കോട് വരെ പോയി, അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിക്കൊന്ന് പോയതാണ്. എന്നാൽ ഈ സമയത്തും അവൻ പെട്ടെന്ന് കടന്നു വരുന്നത് കൊണ്ട് വിരോധമില്ല എങ്കിലും വീട്ടിലെത്തുമ്പോഴെങ്കിലും ഒന്ന് സൂചന കൊടുക്കൽ സുന്നത്താണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഹദീസ് പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പുതിയ കാലത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നാം വിചാരിക്കുന്ന കൗതുകമായി കാണുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സന്തോഷകരമല്ല, കൗതുകകരമല്ല. നമുക്ക് വലിയ സന്തോഷം, വലിയ സംഭവമൊക്കെയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ എന്തല്ല, സംഭവമല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഭാര്യക്കുണ്ട് അവരുടേതായ സ്വകാര്യത, ഭർത്താവിനുണ്ട് അവരുടേതായ സ്വകാര്യത, മക്കൾക്കുണ്ട്, മരുമക്കൾക്കുണ്ട്, പേരക്കുട്ടികൾക്കും എല്ലാം ഉണ്ട്. ഇനി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ സ്വകാര്യത ചോദ്യം ചെയ്താൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് നമ്മുടെ ഒരു വീടിന്റെ അപ്പുറത്തേക്ക് ചെന്നാൽ, ഒരു വീട്ടിലേക്ക് ചെല്ലാണ്, ആ വീട്ടിൽ ചെന്നാൽ അങ്ങോട്ട് കടക്കണമെങ്കിൽ തന്നെ 3 പ്രാവശ്യം സമ്മതം ചോദിക്കണമെന്നാണ്. അൽ ഇസ്തിഗ്ദാനു 3 മറാത്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അബൂ മൂസാ റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു, സദ്യ ഉണ്ടാക്കി ക്ഷണിച്ചു, വീട്ടിലേക്ക് ക്ഷണിച്ചതാ. പക്ഷെ ഉമർ തങ്ങളെ കാണാനില്ല. പിറ്റേ ദിവസം കണ്ടപ്പോൾ ചെല്ല, എന്ത് പണികൾ കാണിച്ച്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരുന്നതല്ലേ. ആ സമയത്ത് ഞാൻ വന്നിരുന്നു. എന്നിട്ട് ഞാൻ സലാം പറഞ്ഞു, 3 പ്രാവശ്യം സലാം പറഞ്ഞു. 3 പ്രാവശ്യം സലാം പറഞ്ഞപ്പോഴും നിങ്ങൾ സലാം അടക്കിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഇസ്തിഗ്ദാനു 3 മറാത്ത്, 3 പ്രാവശ്യമേ സമ്മതം ചോദിക്കാവൂ. വാതില് മുട്ടുന്ന സമയം ചേട്ടാ, വാതില് മുട്ടുന്ന രീതി വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു എങ്ങനെ വാതില് മുട്ടേണ്ടതെന്ന്. വണ്ടി കിടക്കുന്നുണ്ട്, കാറും കിടക്കുന്നുണ്ട്, ബൈക്കും കിടക്കുന്നുണ്ട്, ചെരുപ്പുണ്ട്, എല്ലാം ഉണ്ടല്ലോ, വാതിൽ തുറക്കാത്ത, ബെല്ല് പോയിട്ട് അമർത്തി പിടിച്ച് അമർത്തി പിടിക്കുക പറ്റില്ല. ആ വാതിൽ മുട്ടുന്ന അത് എങ്ങനെയാവണമെന്ന് വരെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഒരു സാധാരണ രീതിയിലാകുമ്പോൾ ഉറക്കിയാകണ്ട, തീരെ പതുക്കിയാവണ്ട, ഒന്ന് മുട്ടിയാൽ കേൾക്കും. രണ്ടാമത് മുട്ട, പിന്നെ ഒന്ന് കൂടി മുട്ടുക. ഇനി ബെല്ലാണെങ്കിൽ ഒന്ന് കോളിംഗ് ബെല്ലടിക്കുക, കുറച്ച് നിൽക്കുക, പിന്നെ 2 അടിക്കുക, 3 അടിക്കുക. നമ്മൾ അത്യാവശ്യം ഒരു കാര്യം പറയാൻ പോയതാ, കല്യാണം പറയാൻ പോയതാ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ പറയാൻ പോയതാ. ഇയാള് വാതിൽ തുറന്നില്ല എങ്കിൽ തിരിച്ചു പോരണം, പിന്നോട് വായും പൊളിച്ച് നിൽക്കാൻ പാടില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ,
അങ്ങനെ നമ്മൾ വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് ബെല്ലടിച്ച് നോക്കുന്ന സമയത്ത് വാതിൽ തുറക്കണില്ല. അപ്പൊ ആ സമയത്ത് വാതിലിന്റെ ജനവാതിൽ ഇങ്ങനെ തുറന്നെടുക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരാള് വാതിൽ അങ്ങ് തുറന്നു. അതിലേക്ക് നോക്കിയപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് പഠിക്കണ്ടായിരുന്നു. ആ കുട്ടി ഈ കണ്ണും മുഖം കണ്ട സമയത്ത് പേടിച്ച് പറിച്ചിട്ട് പേന എഴുതിയായിരുന്നു. ആ പേന കൂടെ ഒറ്റ കുത്ത കൊടുത്തു. ഈ കുത്തിയപ്പോ ഇയാളെ കണ്ണാ പൊട്ടി. ഇങ്ങനെ കണ്ണു പൊട്ടിയാൽ ഖിസാസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഇസ്ലാമിൽ. അങ്ങനെ പേന കൊണ്ടോ കത്തി കൊണ്ടോ ഒരു സഹോദരി ഇങ്ങനെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ കഷ്ടം നുറുക്കിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ആ കത്തിയിട്ട കുത്തി എന്ന് പറയും വേണ്ട. ഇവിടെ ഖിസാസ് എടുക്കാൻ പറ്റൂല്ല എന്നുള്ളതാ. ഫുഖഹാക്കള് പറഞ്ഞു ഇല്ല, അവിടെ ഖിസാസില്ല. വാതിലും ജനവാതിലും റൂമൊക്കെ നിങ്ങള് ഇടയ്ക്ക് ശ്രദ്ധ, ഞാൻ നിർത്തിയിട്ടാ. വാതിലും ജനവാതിലും റൂമൊക്കെ എന്തിനുള്ളതാ? സ്വകാര്യതക്കുള്ളതാ. അല്ലെങ്കിൽ ഒറ്റ ഹാള് മാത്രം പണിതാ പോലെ. നമ്മള് കല്യാണം ഉണ്ടാവും പണിയണവര് ഒറ്റ ഹാള് പണിതാ മതിയല്ലോ. റൂമാക്കി തിരിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സ്വകാര്യതയുണ്ട്. അപ്പൊ ആ സ്വകാര്യതയെ നമ്മൾ പൊളിക്കാൻ പാടില്ല, ശല്യമാകാൻ പാടില്ല. എന്തെങ്കിലും രഹസ്യമൊരുന്ന് കണ്ടാൽ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ അവരെ പറഞ്ഞുകൊണ്ട് ആ രഹസ്യം പൊളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് അവരെ നാണം കെടുത്തിയാൽ അള്ളാഹു ആഖിറത്തിൽ അവനെ നാണം കെടുത്തും. അതല്ല, നാം എന്തെങ്കിലും രഹസ്യം അറിഞ്ഞു അത് നാം മറച്ചു വെച്ചാൽ ഖിയാമത്ത് നാൾ നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ കുറവുകൾ അള്ളാഹു തആല മറച്ചു വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ്. ആ നബി തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാണ്. റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്ന, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരാളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. ഒരുപക്ഷെ സംഘടനാപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ റസൂലുള്ളാഹി ഇഖ്വാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണ്. റസൂലുള്ളാഹി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെക്കുന്ന ഒരാളെയും നിസാരപ്പെടുത്തരുത്. ഒരാളെയും തരം താഴ്ത്തരുത്. അവരെ ബഹുമാനിച്ചോളണം. റസൂലുള്ളാഹി തങ്ങൾ കാത്തിരിക്കുന്നവരാണ്. റസൂലുള്ളാഹിയെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെടണം. കാരണം റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടണം. റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നവരെ എതിർക്കുന്നത്, അവരെ വേദനിപ്പിക്കുന്നത് റസൂലുള്ളാഹിക്ക് പ്രയാസാണ്. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ, റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ മുനാഫിഖുകൾ കൊല്ലാൻ ശ്രമിച്ചു സെയ്ദ് തങ്ങളെ. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്നേഹിക്കുന്ന ഒരാളെ കരയിപ്പിച്ചാൽ അത് റസൂലുള്ളാഹി തങ്ങൾക്ക് വേദനയാകും. മുനാഫിഖുകൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു. ഖുബൈബ് റളിയല്ലാഹു അൻഹു തൻഈമിലേക്ക് ചെല്ലുമ്പോൾ കണ്ണീരൊലിപ്പിക്കാതെ ആ തൻഈം വിട്ടുപോകാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ ഖുബൈബ് തങ്ങളെ നീ ഇസ്ലാമിന്റെ രാജിവെക്കൊന്നും വേണ്ട, നീ മുഹമ്മദിനെ തള്ളി പറയാൻ പറ്റുമോ? അതും വേണ്ട. അൻതകൂന മുഹമ്മദുൻ മകാനക വഅൻത നാജ്, ഈ സ്ഥാനത്ത് മുഹമ്മദിനെ സങ്കല്പിച്ച് നീ രക്ഷപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത്രമാത്രം റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച ഖുബൈബ് തങ്ങളെ അവർ വേദനിപ്പിച്ചു റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും, ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ ഹുബ്ബ് വെക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. റഹ്മാനായ റബ്ബ് യഥാർത്ഥ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ സൗകര്യം ഒരുക്കി തന്ന ഈ വീട്ടിനും വീട്ടുകാർക്കും ഈ സ്ഥലത്തിനും അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.